ചലച്ചിത്ര താരങ്ങളായ രശ്മിക മന്ദാനയുടെയും വിജയ് ദേവഗൗഡയുടെയും വിവാഹ വിശേഷങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങൾ നിറയെ. വ്യാഴാഴ്ച ഉദയ്പൂരിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആന്ധ്ര കൊടവ ആചാരപ്രകാരം നടന്ന വിവാഹത്തിന്റെ വിരുന്നിലെ ഭക്ഷണ വിഭവങ്ങളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ആന്ധ്രയിലെ പരമ്പരാഗത ആചാരപ്രകാരമാണ് ചടങ്ങ് നടന്നത്. രശ്മികയുടെ കുടുംബത്തിലെ പരമ്പരാഗത കൊടവ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ വൈകിട്ട് നടന്നു. ശേഷം ഏകദേശം 25 വിഭവങ്ങളുള്ള ദക്ഷിണേന്ത്യൻ വിരുന്നായിരുന്നു ഉണ്ടായിരുന്നതെന്ന് റിപ്പോർട്ടുകൾ. ഇരു കുടുംബങ്ങളുടെയും പരമ്പരാഗത ഭക്ഷണങ്ങൾ വിവാഹ വിരുന്നിലെ മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു. തെലുങ്കാന, ആന്ധ്ര കൊടവ ഭക്ഷണങ്ങളായിരുന്നു വിരോഷ് വിവാഹത്തിന്റെ ഹൈലൈറ്റ്. നട്ടുകോടി പുലുസു, ഹൈദരാബാദി ദം ബിരിയാണി, ഗരേലു, പപ്പു, പച്ചി പുലുസു, ഗോങ്കുര ചട്നി, കേഡ് റൈസ്, ക്ലാസിക്കൽ വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യ വാഴയിലയിലാണ് വിളമ്പിയത്. രശ്മിക മന്ദാനയുടെ കൊടവ ശൈലിയിൽ നിന്ന് കടമ്പുട്ടു, നൂൽപുട്ട്, മുളയരി കറി, പന്തിക്കറി എന്നിവ വിരുന്നിൽ ഉൾപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. രണ്ട് പ്രദേശങ്ങളിലെയും രുചികൾ പങ്കിട്ട് ഒരുക്കിയ വിവാഹ വിരുന്ന് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി അവതരിപ്പിച്ചത് വിരോഷ് വിവാഹത്തെ വ്യത്യസ്തമാക്കി. രുചികരമായ മധുരപലഹാരങ്ങളും പാനീയങ്ങളും വിരുന്നിലുണ്ടായിരുന്നു. മൈസൂർ പാക്ക്, രസലമായി, ഗുലാബ് ജാമുൻ പായസം എന്നിവ പോലുള്ള മധുരമുള്ള വിഭവങ്ങളും ആഘോഷവേളയിൽ അതിഥികൾക്ക് ഉന്മേഷം നൽകാനായി ഇളനീരും മോരും വിതരണം ചെയ്തിരുന്നു. ഇതിനു മുന്നോടിയായി ദമ്പതികൾ അതിഥികൾക്കായി ഒരു ജപ്പാനീസ് വിരുന്ന് നടത്തിയിരുന്നുവെന്നാണ് വിവരം. ഫെബ്രുവരി 23-24 തീയതികളിൽ മറ്റ് ആഘോഷങ്ങൾക്കിടയിൽ പാനീയങ്ങളോട് കൂടിയ പൂൾ വോളിബോൾ, വിരോഷ് പ്രീമിയർ ലീഗ് എന്ന പേരിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി 24-നാണ് റിസോർട്ടിൽ സംഗീത് സംഘടിപ്പിച്ചത്. തുടർന്ന് ഏപ്രിൽ 25-ന് ഹൽദി, മെഹന്തി ചടങ്ങുകൾ നടന്നു. രശ്മിക തന്റെ ഹൽദി ലഞ്ച് ടേബിളിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു.